ഹായ് മക്കളെ, നീറ്റ് 2023 ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്, വൺ ഇസ് അസേർഷൻ ആൻഡ് അതർ ഇസ് റീസൺ. തന്നിരിക്കുന്ന അസേർഷൻ ഇതാണ്: ഇൻ ദ ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ ഓഫ് ഇ സെൽ, ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി ഡിപ്പെൻഡ്സ് ഓൺ എൻ. ശരിയാണ്. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാല് ഫ്രീ എനർജി ചേഞ്ച് ആണ്, വിച്ച് ഇസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഒരു റിയാക്ഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൽറ്റ ജിയുടെയും ഡെൽറ്റ എച്ചിന്റെയും ഒക്കെ വാല്യൂ മാറും. അപ്പൊ എൻതാൽപ്പിയും ഫ്രീ എനർജിയും ഒക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. എന്നാൽ E0 സെൽ അല്ലെങ്കിൽ ഇ സെൽ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, സെൽ പൊട്ടൻഷ്യല്, അതൊരിക്കലും എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ ഈ സെല്ല് ഒരു റിയാക്ഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലൊന്നും ഈ സെല്ലിന്റെ വാല്യൂ മാറില്ല, ബട്ട് ഡെൽറ്റ ജിയുടെ വാല്യൂ മാറും. സോ ഡെൽറ്റ ജി ഇസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ബട്ട് ഈ സെൽ ഇസ് എൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി. E cell is an intensive property and delta Rg is an extensive property. ഓക്കെ, ആ പറഞ്ഞ കാര്യവും കറക്റ്റ് ആണ്. സോ അങ്ങനെയെങ്കിൽ ഡെൽറ്റ ജി ഡിപ്പെൻഡ്സ് ഓൺ എൻ, എന്നിനെ ആശ്രയിച്ചിരിക്കുന്നു ഡെൽറ്റ ജി. ഇ സെൽ ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്, എഫ് ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ ആർ ജി എക്സ്റ്റെൻസീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ ഇൻവോൾവ് ആവുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ്. സോ അങ്ങനെയാണ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, and reason is the correct explanation of assertion also. So option 4 is the right answer. Okay.